ചന്ദിന്റെ അപ്പൻ. യെസ് ഡാർലിംഗ്. വാ കേറി വാ. വാന്നേ. എടാ താടിയൊക്കെ പശു നക്കിയ പോലെ വേഗം തോർത്തിക്കോ, ഇല്ലെങ്കിൽ പനി വരും. എന്നാ ഇന്തോനേഷ്യക്കാരത്തിൽ അടി കിട്ടിയിട്ട് പതുരുടെ തലയുടെ കിളി പോയി. നിങ്ങളോടൊക്കെ മര്യാദയ്ക്ക് ഒരു നന്ദി പറയാൻ പോലും പറ്റിയില്ല. അയ്യോ അങ്ങനല്ല, അതെന്റെ കയ്യിലിരിപ്പിന് എന്റെ സ്വന്തം ചേട്ടൻ എന്നെ തല്ലിയതായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ ഒന്നുമല്ലെങ്കിലും നിങ്ങളൊക്കെ സ്വന്തം പെങ്ങളെ പോലെ നോക്കിയില്ലേ എന്റെ അന്നമ്മേ. എന്ത് നിന്റെ അന്നമ്മേ? അതിലുണ്ട്. വൈകിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കി. റോമിയോക്ക് ജൂലിയറ്റിനെ കൂട്ട്, മജ്നുവിന് ലൈലയെ പോലെ, ജയറാമിന് പാർവതിയെ പോലെ, ബിജുമിനുവിന് സംയുക്ത വർമ്മയെ പോലെ ദൈവം എനിക്കാണ് ഉണ്ടാക്കി തന്നത്. എന്റെ അന്നമ്മേ. എനിക്ക് എന്റെ അന്നമ്മയെ തിരിച്ചു വേണം. അതെ, അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ചേട്ടാ പറ്റില്ലെന്ന് പറയില്ല ചേട്ടാ. പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, കാലൊടിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് സഹായിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മീശി ചേട്ടാ എന്തോ. പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ? എന്റെ ചേട്ടാ മര്യാദയ്ക്ക് അപ്പനും അമ്മച്ചിയും തിന്നു പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ വീട്ടിലിരിക്കേണ്ട പെണ്ണ ഇപ്പൊ കണ്ടോമാരുടെ കൂടെ എന്റെ മുന്നിൽ കിടന്ന് കൂത്താടുന്നേ. എന്നാ ചിക്കൻ വേണ്ട, അതെന്നാ? അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടം മച്ചാൻ അന്നമ്മ കിட்ட കട്ട പോസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ സ്കൂട്ടായത്. മച്ചാനെ അവൾ ഇങ്ങനെ മാറുന്നു ഞാൻ അറിഞ്ഞോ? മച്ചാ ഫിഷ് കഴിക്കും. അതെ, അവിടെ പള്ളിയും പട്ടക്കാരടക്കം നടന്ന പെണ്ണ. അന്നൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല. അവിടെ വെറും ചാള നടന്ന പെണ്ണ. ഇവിടെ ഒന്നും നമുക്ക് മത്സ്യം പോലെ. എടാ മോനെ, പോയത് പോയി. എടാ നിന്റെ കാമുകിക്ക് എന്താണ് ഒരു കുറവ്? അവള് നല്ലേ ചേട്ടൻ കണ്ടിട്ടില്ലേ അവൾ എനിക്കിട്ട് പെരുമാറുന്നേ? അത് പിന്നെ പോട്ടെ, അവക്കേ എന്താണെന്നാ? Come on, Chandi. I want to make love. No, we already 3 no. Hey, one more, please. Oh no, please. Hey, come on, Chandi. 4 തവണ അവളാ പോടാ. ചിലപ്പോ 10 തവണ വരെ പോകാറുണ്ട്. 10? പറയടാ. അത് പിന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല അസല് പൂത്ത കാശും. ഇവിടെ വന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. ഇപ്പൊ രാവിലെ അടുക്കളയിലും വൈകുന്നേരം ബെഡ്റൂമിലും അടിമപ്പണിയെ. ഞാനീ പൊക്കമൊക്കെ വെച്ച് എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്നാലും സണ്ണി പോയി 4 തവണ പറയുമ്പോ നടക്കണ. ഈടാ അതൊക്കെ ഓരോരോ ടൈംസ് പോലെ ഇരിക്കും. അല്ല മച്ചാൻ, ഈ 4 തവണ എന്റെ മച്ചാനെ അത് വിട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കേ പറ്റൂ. അന്നമ്മയും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ അപ്പച്ചനെ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തിനും നടത്താൻ പറ്റൂ. മോനെ ചാണ്ടി വിട്ടോടാ. അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ അക്കടിയിലെന്ന് മച്ചാൻ വിട്ടു. അല്ല മച്ചാനെ, എന്റെ കള്ള്, എന്റെ ഫിഷ്, എന്റെ ചില്ലി നമുക്ക് ശരിയാക്കാന്ന്. എന്താണല്ലേ ചലിക്ക് ചാണ്ടി. ചാടിക്കാനും പണി തരുമോ കർത്താവേ? അല്ല ഈ 4 ടൈംസ് ഒക്കെ മുന്നേ വെറുതെ പറഞ്ഞായിരിക്കും. അതല്ലേ ഒന്നുമില്ല. ഞാന്
പിന്നെ those times. But a chicken ഒരു taste. Yummy. പൊളിച്ച് You should have seen his മോന്ത. അവനെന്ത് സൈസ് പൊട്ടാണ് ആ സണിച്ച ആ, നമ്മുടെ ചാണ്ടിക്കിട്ട് കൊടുത്ത പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. அந்த இப்படிதான் வேணும். ആ. സണ്ണിച്ച നമ്മുടെ അന്നമ്മയ്ക്കാകെ ഒരു ഡള്ള്. ഏ? എന്ത് പറ്റി? വന്നപ്പോ മുതൽ ഷീസ് ടെല്ലിംഗ് ഈ ഐലൻഡ് ഫുൾ കങ്ങറണോ. കറങ്ങണം അങ്ങനെ മര്യാദ ബട്ട് ഇവന്റെ ചേട്ട് ലീവ് തരണില്ല. Who knows ബാലി better than you സണ്ണിച്ച. അണമയും കൊണ്ടൊരു ട്രിപ്പ് പോണം. എപ്പ പോണം? ഞാൻ റെഡി. ഹലോ അങ്കിളെ, ഇത് ഞാനാ ചാണ്ടി. അങ്കിളിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാ ഇവിടെ അന്നമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ പിന്നാലെ നടന്നു നോക്കുന്നത്. അന്നമ്മേ നോക്കേ, അതിന് നീ എവിടെയാ? ബാലിയിൽ എന്നെ കാണാനല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്കിളെ പറയുന്നുണ്ടൊന്നും തോന്നരുത്, അവളുടെ പോക്കത്ര ശരിയല്ല. മദർ സെന്റിമെന്റ്സ്. ഹലോ ഹലോ ആന്റി, ചാണ്ടി കുഞ്ഞാണേ. ജോജിയെ വിളിച്ചാലോ? ജോജി കുട്ടാ. ഹലോ ജോജി കുട്ടാ, ചാടി ചാനടാ. എടാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ആൻഡോ ചേട്ടനെയും ഗ്രേസി ചേച്ചിയും ഒക്കെ വിളിച്ചായിരുന്നു. അവർക്ക് ഫോൺ എടുത്ത് ഞാൻ അന്നറിയുമ്പോ തെറി വിളിച്ച് ഫോൺ അങ്ങ് വെക്കും. എടാ കുട്ടാ, ചക്കരേ, നീ കേൾക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഇവിടെ നിന്റെ ചേച്ചിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. കുട്ടി നിക്കറും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ബനിയനും. എടാ സത്യം പറയാലോ, ഒരുവിധം എല്ലാ വസ്തുക്കളും കാണാം. പിന്നെ നിനക്കറിയോ, വെള്ളവടി വരെ തുടങ്ങി. വെള്ളമടിച്ച് കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നവരെ കാണാം. ഇന്നലെ ഇവിടെ ഒരു പുഴയിൽ കുറെ ആണുങ്ങളുടെ കൂടെ കുളിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നോർത്തെ എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാൾ കൊണ്ടു നടന്നൊരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മോനെ, അവിടെ വന്ന് നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് കുടിച്ചിടാ കേട്ടോ. കേട്ടു, എന്നാ ഫോൺ വെക്കണം. വെച്ചു. കുരുട്ടടയ്ക്കം വേണ്ടായിരുന്നു. ഓ, ഇപ്പൊ അങ്ങനെ തോന്നണ്ടല്ലേ? എന്റെ കെട്ടുറപ്പിച്ചപ്പോ ചാണ്ടിയുടെ വീട്ടുകാര് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. എന്റെ പ്ലാൻ എന്താണെന്ന് ആരും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞുമില്ല. അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു. ഇനിയും ടൈം കിടക്കണ്ടല്ലോ ഭായി. എന്തായാലും കല്യാണം നടക്കാൻ നന്നായി. അവൻ ആ ഇന്തോനേഷ്യക്കാരി പെണ്ണിനെയാണ് നല്ലതെന്ന്. അന്നമ്മോ, തല്ലിക്കൊന്നാലും ചാവൂല ശവത്തിനാ. അപ്പച്ചൻ എന്നെ അങ്ങ് തിരിച്ചു വിളിച്ചു. എന്നെ കാണലും ഞാൻ അവരുടെ ഒരേ ഒരു മോനല്ലയോ. ആ അതെ 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 അതെ, പുന്നാരമോൻ. ഭാഗ്യത്തിന് ആ മൂദേവി ഇവിടെ ഇല്ല. ഫോറിൻ ടൂർ പോയേക്കുവാ. തിരിച്ചു വരുമ്പോ ചാണ്ടി ഇവിടെ കാണില്ല. ആ അപ്പൊ ആ പെണ്ണിന് രക്ഷപ്പെട്ട്. പോടാ, നീ പോടാ. എണിക്കടി. എന്നെ കാണലും അന്ന മോൾ ആളാകെ മാറി. ഇപ്പോഴാണ് മോൾ അച്ചായന്റെ ഒരു റേഞ്ചൊക്കെ എത്തിയത്. എന്നെ തേടി നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇടയ്ക്ക് വെച്ച് മോൾ ഈ ലോക്കൽസിനോട് കൂടിയെങ്കിലും അച്ചായന് മോളോട് ദേഷ്യമൊന്നുമില്ല. ശരിക്കും ദേഷ്യമില്ലടി. ആ നീങ്ങൊന്നേ, ആ കമ്മ മറി. എന്തായാലും അച്ചായൻ ഈ നാട്ടിലേക്കല്ലേ, മോളോട് പോര്. വീട്ടിൽ നമുക്ക് സംസാരിക്കാം.
ഞാൻ കെട്ടുവാണെങ്കിൽ നിന്നെ മാത്രമേ കെട്ടുള്ളൂ. ഈ ചാണ്ടിച്ചായൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഒന്ന് ചിരിക്കണോ? ചിരിച്ചതേ, ചിരിക്കുന്നു. താങ്ക് യു. ബൈ.